യേശുക്രിസ്തുവിന്റെ അവസ്ഥയായിപ്പോയി. കാരണം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടൻ സാർ കോള് ചെയ്തു, ഈ ഒരു വാർത്ത പറഞ്ഞു. ഞാൻ വേറൊരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അയ്യോ, എന്റെ കൊച്ചു മുതലാളി, എന്റെ മാത്തുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ 35 സിംഗേഴ്സിന്റെ വോയിസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. എനിക്ക് മലയാളം തിരിയാതെ പേഴ്സണലായിട്ട് പറയുക കേട്ടോ. കുളം പച്ചമൂളും സമ്മാനദാനത്തിന്റെ ഗ്യാപ്പില് നമ്മള് തള്ളി വിടും. പാട്ട് അതുവരെ ഞാൻ പഠിച്ചിട്ടില്ല, ഒരാളെ പോലും മറന്നിട്ടില്ല എന്നുള്ളതാണ്. രച്ചിട്ടുണ്ടെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വോക്കൽ കോഡിനകത്ത് ഒരു തഴമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. മീഡിയ ഗ്രാഫിക്സ് ടി വി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ ഇങ്ങനെയൊരു താരം എന്ന പ്രോഗ്രാമിലേക്ക് പതിവ് പോലെ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ക്രൗഡ് പുള്ളർ, അതായത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആരെയും ആനന്ദത്തിൽ ആറാടിപ്പിക്കുന്ന ബിന്ദുജ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് എങ്ങനെയുണ്ട് കലാ ജീവിതം, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ? നന്നായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട്. പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്? ആക്ടിവിറ്റീസ് നമ്മൾ മിമിക്രിയിലൊക്കെ പുതുമ കണ്ടെത്തുക, പുതിയ സിംഗേഴ്സിനെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക. നമുക്ക് വരുന്ന ഷോ ഒക്കെ ചിലപ്പം പോയ സ്റ്റേജ് തന്നെ ആയിരിക്കുമല്ലോ, അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ഡബിൾ എനർജി ആണോ ട്രിപ്പിൾ എനർജി ആണോ എന്ന് പറയാൻ പറ്റില്ല സ്റ്റേജിൽ കയറി. ഇപ്പൊ ഈ അടുത്തിടെ ഞങ്ങളുടെ ഗൾഫില് അടുത്തൊരു ഷോയ്ക്ക് വരുന്നല്ലേ? അബുദാബി ഷോ, എന്റെ 16ാമത്തെ ഷോ ആയിരുന്നു. പുതിയ വിശേഷം, കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ. ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്, മ്യൂസിക് ടീച്ചറാണ്. അതിനോടൊപ്പം നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ഒക്കെ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വലിയ മനുഷ്യ സ്നേഹിയും മനുഷ്യ സഹായിയും ഒക്കെയാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടത്. അത് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് പറയാം? നമ്മളൊരു കലാകാരാകുമ്പം തീർച്ചയായിട്ടും നമ്മൾ അത് പ്രത്യേകം നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിട്ടൊന്നും എടുക്കേണ്ടതല്ല. ഒരു കലാകാരി അല്ലെങ്കിൽ കലാകാരനാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ ജാതി മത ഭേദമന്യേ എല്ലാ വേദികളിലും പെർഫോം ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരും. നമുക്കൊരു ഇല്ല. അപ്പോൾ നമുക്കൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അപ്പം ഞാൻ അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അച്ഛനമ്മമാരെ കുറേ ടാലൻ്റ് ഉള്ള അച്ഛനമ്മമാരാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് അവരെ ഒന്ന് പരിപോഷിപ്പിച്ച് എന്തെങ്കിലും ആക്ടിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1-2 വീഡിയോ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി, മില്യൺ വ്യൂസ് എബോവ് ആയി. അവർക്ക് വേണ്ടിയിട്ട് കുറെ ഇന്റർവ്യൂസും ഇപ്പൊ അവര് സെലിബ്രിറ്റികളായി. അതിൽ ഭയങ്കര സന്തോഷം. ശരിക്കും എത്ര ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറുണ്ട്? ഞാനിപ്പോ 35 സിംഗേഴ്സിന്റെ വോയിസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അത് ആ 35 എന്ന് പറയുമ്പോൾ ആ 35 പേരും ഫീമെയിൽ വോയിസ് അല്ലേ? അല്ല, ഗായികമാരുണ്ട്, ഗായകന്മാരുണ്ട്, ഇൻസ്ട്രുമെന്റിന്റെ വോയിസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 35. എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു 35 ഐറ്റം. മിമിക്രി ഒക്കെ തുടങ്ങിയത് വളരെ ചെറുപ്പ സമയത്താണ്. അപ്പം അന്നേരം മുതലേ എനിക്ക് കുറച്ചും കൂടെ അനുകരിക്കാൻ ഈസി ആയിട്ട് അന്നേരം പെർഫെക്റ്റ് ആണെന്നൊക്കെ തോന്നിയ ഒരു ഗായികയാണ് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട എസ് ജാനകിയമ്മ. ജാനകിയമ്മയുടെ ഒരു തമിഴ് സോങ്ങിലേക്ക്. எனக்கு மலையாளம் தெரியாது, ஆனால் யேசுதாஸ் என்னுடைய சகோதரன் மாதிரி நான் உங்களுக்காய் ஒரு தமிழ் சாங் பாட போகிறேன். ஒரு சனம் தூங்கிடுச்சு, ஊத காற்றும் அடிச்சிருச்சு, பாவி மனம் தூங்கலையே, அதுவும் ஏனோ புரியலையே. മെയിൽ വോയിസ് ആരുടെ പാടുന്നത്? പണ്ട് ഉദയഭാനു സാറിന്റെ വോയിസ് ഒക്കെ ചെയ്യുമായിരുന്നു. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നും. മിമിക്രി ചെയ്യുന്ന സമയത്ത് ലാലു അലക്സാറിന്റെ വോയിസ് പാട്ടല്ല, അദ്ദേഹത്തിന്റെ വോയിസ് ഇമിറ്റേറ്റീവ് ആയിരുന്നു. പേഴ്സണലായിട്ട് പറയുക കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരു തീമായിട്ട് മിമിക്രി ചെയ്യുമ്പം ഇത്ര രാഷ്ട്രീയ നേതാക്കൾ വേണം, ഗായികമാര് വേണം, ഒരു തീമിന് വേണ്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത്. ശരിയാണ്, നമുക്കിപ്പോ ട്രെൻഡിനനുസരിച്ച് പാടിയല്ലേ പറ്റുള്ളൂ. വേദികൾ ഇഷ്ടപ്പെട്ട നമ്മൾ പൊളിക്കുന്ന പാട്ടുകൾ ഏതൊക്കെ? ചേട്ടാ, എനിക്ക് എപ്പോഴും ഇഷ്ടം പഴയ പാട്ടുകളാണ്. പക്ഷെ നമ്മൾ ട്രെൻഡിനൊപ്പം നിന്നേ പറ്റത്തുള്ളൂ. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര പെർഫോം ചെയ്യാൻ ഇഷ്ടം നാടൻ പാട്ടുകളാണ്. ഒരു നാടൻ പാട്ട് കലാകാരി എന്നാണ് പൊതുവെ എല്ലാം അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് പുറത്ത് പ്രോഗ്രാം വരുന്നതും
പ്രസിദ്ധ ചേച്ചിക്ക് പകരമൊക്കെ ഞാൻ കുറേ ഷോയ്ക്ക് പോയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ നാടൻ പാട്ടുകളാണ് നാടൻ അവിടെയൊക്കെ പാട്ടുകളാണ്. വേണ്ടത്. പക്ഷെ എല്ലാ തരം പാട്ടുകളും പാടാറുണ്ട്. എല്ലാ പാട്ടും പാടാം. എല്ലാ പാട്ടുകളും പാടി പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ഗായിക എന്ന് പറയുന്നത് നമ്മുടെ തമിഴകത്തിൻ്റെ പോപ്പ് ഗായിക ശുഭ ചേച്ചിയാണ്. ഒരു ദിവസം ചേച്ചിയുടെ കോള് വരികയും ചേച്ചിയുടെ മുമ്പിൽ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര സ്പെഷ്യലാണ്. നിലാപ്പൊങ്കലായാലും കുളം പച്ചമൂളും തുടിത്താളമോടെ നടക്കൻ്റെ കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ. വെളിയിലെ ഷോകൾ എന്ന് പറയുമ്പോൾ എത്ര ഷോകൾ വെളിയിൽ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഞാനിപ്പോ 16ാമത്തെ ഷോ ആയിരുന്നു അബുദാബി. ഇനിയിപ്പോ അടുത്ത ഫെബ്രുവരി 27-ാം തീയതി ഒരു കുവൈറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷം. അങ്ങനെ കുറച്ച് ഷോസ് വന്നിട്ടുണ്ട്. നോക്കാം. ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? പാട്ടുകളൊക്കെ പാടി ഇടാറുണ്ടോ? വൈറലായിട്ടുണ്ടോ പാട്ടുകൾ? ഞാൻ ഇടുന്ന പാട്ടുകൾ, ഞാൻ കോമഡി ഉത്സവത്തിലെ ഫസ്റ്റ് നാദസ്വരത്തിന്റെ ശബ്ദം, അതൊക്കെ മില്യൺസ് ആയിട്ടുണ്ടായിരുന്നു വീഡിയോസ്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോഗ്രാം കോമഡി ഉത്സവത്തിൽ ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും ഫെമിലിയർ ആയത്. ആ നാദസ്വരത്തിന്റെ ഒരു ഇപ്പോൾ കോമഡി ഉത്സവത്തിൽ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഷോയിൽ സാർ ഇതുപോലെ ഞങ്ങളെ കുറച്ച് വൈറലായ പെൺകുട്ടികളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം അങ്ങനെ സാറ് തമാശയായിട്ട് പറഞ്ഞാണ്, ബിന്ദുജെ എന്നാൽ നാദസ്വരം ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ പുറത്ത് ഇതുപോലെ കല്യാണമൊക്കെ കച്ചേരിയൊക്കെ നിങ്ങൾ പിടിച്ച് ചെയ്യുക, ഒരു നാദസ്വര വിദ്വാനെയൊക്കെ കൂട്ടിയിട്ട് തമാശയായിട്ട് അന്ന് പറഞ്ഞാണെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് ഒരു 4 കല്യാണം എനിക്ക് നമ്മുടെ കൊച്ചിയിൽ കോമഡി ഉത്സവത്തിൽ ഫ്ലവേഴ്സിലോട്ട് കോള് വന്നിട്ട് സാറ് തന്നെ, അതെനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ്, സാറ് തന്നെ നേരിട്ട് ശ്രീകണ്ഠൻ നായർ സാറ് കോള് ചെയ്തു, ഈ ഒരു വാർത്ത പറഞ്ഞു. അങ്ങനെ തിരുച്ചിയിൽ പോയിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. നാദസ്വരത്തിൻ്റെയും താകിലിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആ സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പം നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ട്രാക്കൊന്നുമില്ല, ഇല്ലാതെ ഞാനൊരു ഇത് പെർഫോം ചെയ്യും. ഞാൻ ബെസ്റ്റ് ഓഫ് എമ്മിന്റെ RJ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലില്. നമ്മുടെ കോമഡി സ്റ്റാർസ് മുതൽ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അതിനെല്ലാം ശേഷം നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ പ്ലാറ്റ്ഫോമാണ് ജനങ്ങൾ നമ്മളെ അറിയാൻ തുടങ്ങിയതും നമുക്ക് വേദികൾ തന്നു തുടങ്ങിയതും. എന്താ ഇത്രയും ഒരു അവസരം നമുക്ക് പെർഫോം ചെയ്യാനുള്ള വേദികൾ കിട്ടി തുടങ്ങിയത് കോമഡി ഉത്സവത്തിന് ശേഷമാണ്. ഞങ്ങളുടെ മിഥിലാജി സാർ ഡയറക്ടർ, അദ്ദേഹം തന്നെ വരുന്ന ഷോസൊക്കെ നമ്മളെ ആഡ് ചെയ്യാറുണ്ട്. പുറത്തുള്ള ഷോസിനെല്ലാം സാർ ആഡ് ചെയ്യാറുണ്ട്. അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 1525 പെർഫോമേഴ്സ് കോമഡി ഉത്സവത്തിന്റെ വേൾഡ് ഗിന്നസ് റെക്കോർഡിന്റെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 1525 പേരുടെ വീട്ടിലും മിഥില സാറിന്റെ പേരുണ്ട്. ആ സാറിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. സാറിന്റെ പേര് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര പ്രൗഡാണ്. സാറിനെന്ന് മാത്രമല്ല, ഷിബു ചേട്ടൻ, സതീഷ് ചേട്ടൻ, ആ ഒരു ഗ്രൂമിങ് സെക്ഷൻ, അഭിലാഷ് ചേട്ടൻ, നമ്മളെ ശരിക്കും തന്നെ നമ്മൾ ഉരുവാക്കാന്ന് പറയത്തില്ല. മിഥുൻ ചേട്ടനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്പിരിച്വൽ നമുക്കുണ്ടാവും. അതൊക്കെ നമ്മുടെ കലാജീവിതത്തിൽ ഇപ്പം നമ്മൾ സ്റ്റേജിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് സ്റ്റേജിൽ നിൽക്കുന്നു, അതിൻ്റെയൊക്കെ കാരണക്കാരവരാണ്. നമുക്കൊരു സ്പിരിച്വൽ ബാക്കപ്പ് ഭയങ്കര. ശരിക്കും കലാരംഗത്തെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്?
അച്ചീവ്മെന്റ്സ് ചേട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും പാട്ടൊക്കെ പാടുന്നവരാണ്. ആന്റിമാര് ഉപ്പമാര് എല്ലാവരും പാട്ടൊക്കെ പാടുന്നത്. കുട്ടിക്കാലം തൊട്ടപ്പോ ഇതൊക്കെ കേട്ട് വളർന്നതിന്റെ ചില ഗുണങ്ങളൊക്കെ അച്ഛനൊക്കെ പറഞ്ഞ ഒരു 3.5 വയസ്സ് മുതൽ പാട്ടിനോട് എനിക്ക് ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 3.5 വയസ്സിൽ ഇങ്ങനെ നമ്മൾ സ്റ്റേജിൽ ഇവിടുത്തെ ക്ലബ്ബുകളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വേദികൾ. ആ ക്ലബ്ബുകളിൽ മൈക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ ഉറക്ക പുറത്തോട്ട് സ്റ്റേജിൽ പാടിയ അവസരത്തിൽ നമുക്ക് കിട്ടിയ വേദികളാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരും അച്ഛച്ചന്മാരും ഒക്കെ നമ്മൾ പാട്ട് പാടുമ്പോൾ അവർ പാടി എന്തെങ്കിലും ഗ്യാപ്പ് സമ്മാനദാനത്തിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ നമ്മൾ ഒന്നി തള്ളി വിടും പാടാൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രാക്ടീസ് മൂമെന്റ്സ് അതായിരുന്നു. അപ്പോൾ നമ്മളെ പന്തളം ശിവൻകുട്ടി എന്ന് പറഞ്ഞ സാറ് അന്ന് സമ്മാനദാനത്തിന് വേണ്ടിയിട്ട് സാറായിരുന്നു വന്നത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ 3.5 വയസ്സായിട്ടുള്ളൂ. അവർ എന്നെ എടുത്ത് സ്റ്റേജിൽ നിർത്തി ഒരു പാട്ട് പഠിപ്പിച്ചു. ഈ സമ്മാനദാനത്തിൻ്റെ അല്ല, ഇവിടെ തന്നെ കിടങ്ങനൂര് തന്നെ നവതാര എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ എടുത്തിട്ട് പറഞ്ഞു ഈ കുഞ്ഞ് ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാകുമെന്ന്. അപ്പം അതൊക്കെ എല്ലാവരും നമുക്ക് വിഷ് ചെയ്യുന്നതാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞങ്ങളൊരു ദുബായിലൊരു വിഷു സ്പെഷ്യലിന് ഞാനും സാറും ഒരുമിച്ച് ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനോട്, അന്ന് പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് വേദിയിൽ ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, സാറും ചീഫ് ഗസ്റ്റ് ആണ്. മൊമെന്റോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു, ഇതൊരു വലിയൊരു മുഹൂർത്തമാണ്. സാർ എനിക്ക് പണ്ട് ഇതുപോലെ ഒരു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കുട്ടി ലോകം അറിയും. ഇപ്പൊ ഞാൻ വേറൊരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുറേ മൊമെന്റ്സ് ഞാൻ അപ്പം അദ്ദേഹം എന്തായാലും ഈ ഇന്റർവ്യൂ കാണാനിടയാവട്ടെ. +1 +2 പഠിക്കുമ്പോഴാണ് എൻ്റെ സാറുമാരാണ് കണ്ടുപിടിച്ചത് മിമിക്രി എന്ന് പറഞ്ഞൊരു ടാലൻറ്റ്. അങ്ങനെ സ്കൂളിലൊരു പുസ്തകത്തിൽ മിമിക്രിയുടെ ഒരു ബാലജന സഖ്യം, നമ്മുടെ മലയാള മനോരമ നടത്തുന്ന ഒരു ബാലജന സഖ്യത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് മിമിക്രിക്ക് പ്രൈസ് കിട്ടി. അത് ഇത് സ്റ്റേറ്റ് വിന്നറായിരുന്നു മിമിക്രി. അപ്പം അന്ന് നമ്മൾ 10ാം ക്ലാസ് 18 വയസ്സ് വരെയാണ് ബാലജന സഖ്യത്തിലെ പെർഫോമിങ്. അങ്ങനെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇതുപോലെ സാറ് കണ്ടിട്ട് നമ്മുടെ ഇപ്പം ജീവിച്ചിരിപ്പില്ല പ്രിൻസ് ഹരിപ്പാട് എന്ന് പറഞ്ഞ സാറ് എന്നെ മിമിക്രി പഠിപ്പിക്കാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് സുരാജേട്ടനൊക്കെ ആയിരുന്നു ജഡ്ജ്മെൻറ്റിലിരുന്നത്. അങ്ങനെ എനിക്ക് പാട്ട് അതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിലങ്ക മ്യൂസിക് അക്കാഡമിയിലെ മാഡം ഫ്രീ ആയിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം തരും. എനിക്ക് എൻ്റെ അനിയത്തിക്ക് അനിയന് ഒക്കെ പാട്ട് പഠിക്കാനുള്ളൊരു, അതായത് വിന്ദുജയിലുള്ള ഈ ഒരു കഴിവ് കണ്ടിട്ട് അതെ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. തീർച്ചയായിട്ടും. അങ്ങനെ അവർ അവിടെ അവസരം നിന്നിട്ടാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. അതിന് ജ്യോതിഷ് ബാബു സാറ്, ജേക്കബ് സാറ്, ലക്ഷ്മി ടീച്ചർ, അഞ്ജന ടീച്ചർ, ഞാൻ എനിക്ക് അത്രയും എന്നെ പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ് വരെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ കൂടെ അവിടെ മ്യൂസിക് പഠിക്കാൻ പോയപ്പോഴാണ് ആ അവസരത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് മ്യൂസിക് കോളേജിൽ ഗാനഭൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് കിട്ടിയത് ലെജൻസ് ആണ്. ലതിക ടീച്ചർ, ശ്രീകുമാർ സാറ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ശിവകുട്ടി ചേട്ടന്റെ വാക്കുകൾ ശരിക്കും തീർച്ചയായിട്ടും സത്യമായി എന്ന്. അങ്ങനെ അവിടുന്ന് നേരെ നാഷണൽ വിന്നറായി. മിമിക്രി പഠിപ്പിച്ചത് പ്രിൻസ് ഹരിപ്പാട് എന്ന് പറഞ്ഞ സാറായിരുന്നു. നമ്മുടെ സ്കൂൾ ടൈമിലാണ്. അങ്ങനെ ഞാൻ സ്റ്റേറ്റിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നാദസ്വരമൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഓരോ സിംഗേഴ്സ് നമ്മളൊരു തീമായിട്ടായിരിക്കും അവിടെ മിമിക്രി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തീം ടൈറ്റാനിക് എന്ന് പറഞ്ഞ തീമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഗായികമാരും നടന്മാരും നടിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ യാത്ര ചെയ്യുന്നതായിട്ടാണ് ആ തീം സെറ്റ് ചെയ്തിരുന്നത്. നാഷണൽ പെർഫോമൻസ് ഈ ഡൽഹിയിലൊക്കെ നമുക്ക് മിമിക്രി നമ്മുടെ ഈ നാദസ്വരമൊക്കെ ചെയ്യുമ്പോൾ ഈ നാഷണൽ പെർഫോമൻസിന് പോയപ്പോൾ അവിടെ വാദ്യോപകരണങ്ങളും നമുക്ക് അവിടെ ഫെമിലിയർ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ലതാ മങ്കേഷ്കർ മിലേ സുർ മേരാ തുമ്ഹാരാ സുർ ബനി ഹമാരാ, അവർക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന സിംഗേഴ്സിനെ ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ലാംഗ്വേജ് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മുടെ കേരള ടീമിന് തന്നെ അവിടെ നാഷണൽ വിന്നറായിട്ട്. അടുത്ത ഗായിക നമ്മുടെ പാലക്കാരി റിമി ചേച്ചിയാണ്. ചേച്ചിയുടെ ശബ്ദം അനുകരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും. ഉള്ളിൽ കൊതി വിടരുമെന്താണ്
ഒളിക്കണ്ണുള്ള പ്രിയവരനേ, മിണ്ടാൻ മടി മനസ്സിലെന്താണ്, ഇടനെഞ്ചിൻ്റെ പ്രിയതമനേ, കരളിൻ കുമ്പിളിൽ കുളിരിൻ തുള്ളി നീ, കനവിൻ ചില്ലയിൽ പടരും വള്ളി നീ, ഇണ പോലിന്നും ഇവളിനെ രാഗലോലമായ മോഹിനി. സ്കൂൾ തലങ്ങളില് ആ. ഒരു എത്ര സർട്ടിഫിക്കറ്റ് കാണും? സർട്ടിഫിക്കറ്റ് 10. ഇപ്പോൾ ഒരു 4 ഫയലാക്കി ഞാൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. ട്രോഫി ആണെങ്കിലും പണ്ട് എൻ്റെ ട്രോഫികളൊന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ കുറച്ച് തടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ട്രോഫികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രെയർ ചെയ്യാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അച്ഛൻ, നമ്മുടെ ഇവിടുത്തെ ജോർജ് മാത്യു അച്ഛൻ എന്ന് പറയും, നമ്മുടെ ഈ കിടങ്ങന്നൂരിൻ്റെ തന്നെ മർത്തോമ ഇടവക വികാരിയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയപ്പം ഞാനിങ്ങനെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞു, മോളെ 10ാം ക്ലാസ്സിലാണോ, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു അവരുടെ വീട്ടിൽ വന്നു. അപ്പോഴാണ് അച്ഛൻ ഈ ട്രോഫികളൊക്കെ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെന്താ മോളെ ഇങ്ങനെ ട്രോഫിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഞാൻ പിന്നെ അച്ഛൻ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത്, മോള് നോക്കിക്കോ, നീ തന്നെ നിൻ്റെ കലാ ഇതിൽ കൂടെ തന്നെ ഈ ട്രോഫിയൊക്കെ വെക്കാനുള്ള നീ കലാകാരിയായിട്ട് മാറും എന്ന് അന്ന് വിഷ് ചെയ്തിട്ട് പോയായിരുന്നു. അച്ഛനൊക്കെ ഇപ്പം നമുക്ക് ശരിക്കും തന്നെ എൻ്റെ സുഹൃത്ത്, നമ്മുടെ ഫ്രണ്ട് എന്ന് പറയത്തില്ലേ, അത്രയും ബോണ്ടിങ് ആണ്. തീർച്ചയായിട്ടും ഉണ്ട്. അവരെയൊക്കെ വിഷിങ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡയമണ്ട്സ് ആണ്. ശരിക്കും പറയുക ബിന്ദുജ ശരിക്കും ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ. ഇപ്പൊ തന്നെ നമ്മളോട് ബിന്ദുജ പറഞ്ഞപ്പം ഒരാളെ പോലും മറന്നിട്ടില്ല എന്നുള്ളതാണ്. മറക്കാൻ പറ്റില്ല. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കരുണാലയത്തിലെ അബ്ദുൽ അസീസ് സാറ്. അമ്മ എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഞാനൊരു ചെറിയൊരു ഇഞ്ചുറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഒന്ന് പാമ്പ് തൊട്ടാണ്, അണലി. അപ്പൊ ആ സമയത്ത് എൻ്റെ ത്രോട്ട് മൊത്തത്തിൽ പോയി. ഞാൻ യേശുക്രിസ്തുവിന്റെ അവസ്ഥയായിപ്പോയി. കാരണം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉയർത്തി എഴുന്നേക്കുന്നത്. സത്യം അങ്ങനെ തന്നെ. ഇപ്പം ഇല്ല വിവാഹം ശേഷമായിരുന്നു. അപ്പോൾ ഇതുള്ള ത്രോട്ടൊക്കെ ഭയങ്കര പ്രശ്നമായി. എനിക്ക് പാടാൻ പറ്റത്തില്ലായിരുന്നു. പകുതി വരെ പാടിയിട്ട് സ്റ്റോപ്പ് ചെയ്ത ടൈമുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ 4 വർഷമായപ്പം നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ പ്ലാറ്റ്ഫോമായിരുന്നു ഞാൻ വീണ്ടും വന്നത്. പിന്നെ എനിക്ക് നിൽക്കാൻ അതൊരു ഭയങ്കര സ്പിരിച്വൽ വേദിയായിരുന്നു. പിന്നെ മിമിക്രിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഇങ്ങനെ സ്പെഷ്യൽ വോയിസ് ഉള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെ ആയിട്ടുള്ള ലതിക ടീച്ചറിൻ്റെ വോയിസ് ആദ്യമായിട്ട് ടീച്ചറിൻ്റെ വോയിസും ഞാനാണ് ആദ്യമായിട്ട് അനുകരിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പഴയ സിനിമകൾ എടുത്താലും അതിനകത്തെ അകാരങ്ങൾ, ഹമ്മിങ്സ് ഒക്കെ ടീച്ചറായിരിക്കും പാടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ഹമ്മിങ്ങുകളുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനോട് ചോദിക്കും ഇത് ഏത് സിനിമയിലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും പഴയ സിനിമകൾ കാണുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ടീച്ചർ പാടിയ ഒരു സിനിമയിലെ ഒരു ഹമ്മിങ് പാടാം. ലാ 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 La 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 la. അതിൻ്റെ കൂട്ടത്തിൽ ലാ 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 ലാ, അങ്ങനെ കുറേ ഹമ്മിങ്സ്. ശരിക്കും ഈ കലാരംഗത്ത് വന്ന് എന്തെങ്കിലും ഒരു ബാഡ് ഫീൽ ഉണ്ടായിട്ടുണ്ടോ? വിഷമകരമായ എന്തെങ്കിലും ഒരു അനുഭവം? എനിക്ക് കലാരംഗത്ത് ഒരിക്കലും ബാഡ് ഫീൽ ഉണ്ടായിട്ടില്ല. ഇല്ല. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഈവൻ ചേട്ടൻ പോലാണെങ്കിലും നമ്മളോട് അത്ര, നമ്മുടെ ഇവിടെ നിഖിലേട്ടനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുടെ പേര് പറയണം. അത്രയും എന്താ പറയാ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള. നമ്മളിങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ ബിന്ദുജ അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അത്രയ്ക്കും കെയറും അല്ലേ, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. കടത്തിണ്ണയിലും പ്രോഗ്രാം കഴിഞ്ഞിട്ട് വണ്ടി വെളുപ്പിനത്തേക്ക് വരാൻ കാത്തിരുന്ന കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത്
നമ്മളെ വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ പോകത്തുള്ളൂ. അത്രയും നമ്മളെ കെയർ ചെയ്തിട്ടാണ്. എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഭവങ്ങൾ നമ്മൾ കലാകാരന്മാർക്ക് മാത്രമേ ഷെയർ ചെയ്താൽ മനസ്സിലാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ശരിയല്ലേ? അത് പുറത്തുനിന്ന് കാണുന്ന ഒരാളോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് എത്രത്തോളം മനസ്സിലാകണമെന്നില്ല, മനസ്സിലാക്കത്തുമില്ല. അത് നമ്മൾ അനുഭവസ്ഥരാണ്. ബിന്ദുജ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ബിന്ദുജയുടെ ഫാമിലി ആരൊക്കെയാണുള്ളത് അതൊക്കെയാണ്. എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കുഞ്ഞാവുണ്ട്. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളും ഇപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 3 വയസ്സിൽ നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഒരു 10 ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 6 വയസ്സ്. 1 വയസ്സായപ്പം ഇതുപോലെ 10 ശബ്ദങ്ങൾ ആളിങ്ങനെ മാറി 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 ഇങ്ങനെ കേൾക്കുന്ന ശബ്ദങ്ങൾ, കുക്കറിന്റെ ശബ്ദം, പശു, പട്ടി, പൂച്ച, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വേമേ കലാരംഗത്തേക്ക് വരുമായിരിക്കും. അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി, അനിയൻ, വല്യമ്മച്ചി, അച്ഛൻ, അമ്മ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പാട്ടൊക്കെ പാടും. പക്ഷെ കുടുംബത്തിൽ കലാപരമായിട്ട് ഇത് പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിനും അങ്ങനെ കലാകാരനൊന്നുമല്ല. ഇപ്പം ജോലിയുടെ കാര്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അനിയത്തിയും ഞങ്ങളൊരു 5 പെൺകുട്ടികൾ മിമിക്സ് പരേഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കോമഡി ഉത്സവത്തിൽ. അപ്പൊ അതില് ഒരാള് അനിയത്തി ഉണ്ട്. അവൾക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആളാണ്. അവളും ഇതുപോലെ സ്റ്റേറ്റ് തല മിമിക്രിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിമിക്രി ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ അധികം മിമിക്രി ചെയ്യുന്നതാരും കണ്ടിട്ടില്ലല്ലോ, കുറവായിരിക്കും. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയ സമയത്ത് 14 ജില്ലയിൽ നിന്നും 14 പെൺകുട്ടികൾ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ഈ കോമഡി ഉത്സവത്തിൽ വന്നപ്പം അവരെ ഒന്നും ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ കോമഡി ഉത്സവത്തിലെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനായിട്ട് ഫസ്റ്റ് വന്ന പെൺകുട്ടി ഞാനായിരുന്നു. അതിനുശേഷം എൻ്റെ ദൈവമേ, എത്ര വീട്ടമ്മമാര്, എത്ര പേരാണ്, നമ്മൾ ആരും ചിന്തിക്കാത്ത മൾട്ടി ടാലന്റഡ് ആയിട്ട് പെർഫോമൻസിന് വന്നു. എന്നെ ഭയങ്കരമായിട്ട് അത് അത്ഭുതപ്പെടുത്തി. അതിനൊരു കാരണമായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ കൽപ്പന ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ 5 പെൺകുട്ടികൾ മിമിക്സ് പരേഡ് ചെയ്തത്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോമഡി സ്റ്റാർസ് ആയിരുന്ന സമയത്താണ് ചേച്ചി പറഞ്ഞത്, കർട്ടൻ വലിക്കുന്നത് വരെ പെൺകുട്ടികളായിരിക്കണം, അങ്ങനെ ഒരു പെൺകുട്ടികളുടെ ടീം ഉണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് അത് കാണാൻ പറ്റിയില്ല. അതിൽ ഒത്തിരി വിഷമമുണ്ട്. അങ്ങനെ ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികളുടെ മിമിക്സ് പരേഡ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളായിട്ട് തന്നെ 5 പേർക്കും ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് 5 പെൺകുട്ടികൾ പെർഫോമൻസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയൊരു വലിയ അച്ചീവ്മെൻ്റാണ്, ലോകത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടികളുടെ മിമിക്സ് പരേഡ് ചെയ്തു എന്ന്. അപ്പം ഇനിയും ബാക്കപ്പ് വരുന്നവരും ഇനി അതിന് ശേഷമായിരിക്കും അല്ലോ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ആ കോമഡി ഉത്സവത്തിൽ പോയത്, അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഒരിതാണ്. അവർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അമ്മയായി ഒരു കുടുംബം കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ കല അവർ മാറ്റി നിർത്തുന്നില്ല. അതിന് തന്നെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനം തരുവാണ്. അപ്പം ഞാൻ ആദ്യം ചെന്ന സമയത്ത് നമ്മുടെ സീമ ചേച്ചിയുടെ എപ്പിസോഡിലായിരുന്നു. ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ഞോഞ്ചാൻ പോലെ ഇരിക്കുന്ന ആള് എന്ത് പറയാന്, മുടലിന്ന് വരുന്ന ശബ്ദം ഇങ്ങനെയാണല്ലോ, എന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ വേറെ ആളാണല്ലോ, അങ്ങനെ ചേച്ചി തന്നെ കമന്റ്. എന്നിട്ട് ചെന്നൈയിലോട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇത്. അപ്പം ഞാൻ ചേച്ചിയുടെ വോയിസ് അപ്പം ഇമിറ്റേറ്റ് ചെയ്യും. അത് ഡബിങ് വോയിസ് ആണ്. രാച്ചിട്ടെന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. എൻ്റെ വയറ്റിൽ വളരുന്ന കൊച്ചിൻ്റെ അച്ഛൻ രാച്ചിട്ടനല്ലേ രാജേട്ട. രാച്ചിട്ടൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല രാജേട്ട, എൻ്റെ പൊന്നു രാജേട്ട. അങ്ങനെ ചെയ്തു. പിന്നെ നമ്മുടെ ഷീലാമ്മയുടെ വോയിസ്, അയ്യോ എൻ്റെ കൊച്ചു മുതലാളി, എൻ്റെ മാത്തുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. എടി കൊച്ചു ത്രസ്യ കൊച്ചേ, നീ എന്തോ പാടി കാണിക്കുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് ഇമിറ്റേഷനും സിംഗിങ്ങും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, പല നല്ലതായിട്ട് പാടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളും പാട്ട് നിർത്തിയിട്ട്
മിമിക്രി ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ നേരെ തിരിച്ചു. അതെ അതെ. കാരണം ഇത് രണ്ടുകൂടെ അഡ്ജസ്റ്റ് ആയി പോകത്തില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ നാദസ്വരം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 കല്യാണം ലൈവായിട്ട് എൻ്റെ നാസ്യ കൊണ്ട് തന്നെ എനിക്ക് പെർഫോം ചെയ്യും. അപ്പോൾ ഈ വോക്കൽ കോഡിനകത്തൊരു തഴമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുറച്ച് മാസങ്ങൾ അതിൻ്റെ റെസ്റ്റിലായിരുന്നു. ഞാൻ ഒന്ന് ജോലിയായിട്ട് ഞാൻ മാറി നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ റിക്കവറായി. ഞാനെല്ലാം നോൺ വെജ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് വോയിസ് ഒക്കെ ഓക്കെ ആക്കിയിട്ട് തിരിച്ചു വന്നു. ഇതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ സിംഗേഴ്സ് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ് ആണ്. അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശബ്ദം പോകുമോ, മിമിക്രി കുറയ്ക്കണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബെറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാന്നുള്ളത്. അതെ, എനിക്ക് രണ്ടും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പാട്ടും മിമിക്രി, പ്രത്യേകിച്ച് ഈ നാസർ എന്ന് പറയുന്നത് എക്സ്ട്രാ സ്ട്രെയിൻ, ഡബിൾ സ്ട്രെയിൻ. ഒരു വേദിയില് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് നാസറത്തിൽ കൂടെയാണ്. ശരിക്കും എത്ര ആർട്ടിസ്റ്റുകളെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഞാനിപ്പോ 35 സിംഗേഴ്സിന്റെ വോയിസ്, 35 പേരുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇൻക്ലൂഡിങ് വാദ്യോപകരണങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് 35 പേരുടെ 35ഓളം വോയിസുകളാണ് ഈ ഒരു തൊണ്ടയിൽ നിന്ന് വരുന്നത്. നിസ്സാരക്കാരിയായ ഒരു കലാകാരിയല്ല നമ്മളുടെ മുന്നിലിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എവിടെങ്കിലും ബിന്ദുജയ്ക്ക് നല്ല സ്റ്റേജുകൾ ബിന്ദുജയുടെ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്നവർ കൊടുക്കണം കേട്ടോ. വളരെ വിലപ്പെട്ട സമയം നമ്മുടെ മീഡിയ ഗ്രാഫിക്സ് TV വേണ്ടി ചിലവഴിച്ചതിൽ ഞങ്ങൾ ടീം, ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു പിന്നണി ഗായികയായി മാറണം കേട്ടോ. ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും അതിനുള്ള കഴിവുള്ള വലിയൊരു ആർട്ടിസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരിയായതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വേദികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തു നിന്ന് തന്നെ നമുക്ക് അംഗീകാരം തന്ന് നമ്മളൊരു കലാകാരിയാണെന്ന് നമുക്കൊരു അംഗീകാരം തരുന്നത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കുശലം പറിച്ചില്ല, നമ്മുടെ കുറച്ച് ഇൻ്റർവ്യൂ ആയിട്ട് അതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ മീഡിയ ഗ്രാഫിക്സിനുള്ള നന്ദി ഞാൻ പറയുകയാണ്. ഒത്തിരി സന്തോഷം. അതോടൊപ്പം സുഭാഷ് ഏട്ടനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്